അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് തോട്ടിലോട്ട് പോവുകയാണ്. ഗൈസ് നമ്മൾ തോട്ടിലോട്ട് പോയി സ്കൂട്ടറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകാശത്തോട് നോക്കുമ്പോഴാണ് ചാമ്പങ്ങയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഈ സ്ഥലമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഏതായിരിക്കും നമ്മുടെ തോടിട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടില്ലേ? അപ്പോൾ ഇവിടെ വന്നിട്ട് ആട്ടോ എടുത്തേ. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഞങ്ങൾ ഓർത്തു നിങ്ങൾ ഇവിടെയൊക്കെ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കാണിച്ച് പ്രകൃതിയെല്ലാം ഒന്ന് ചുറ്റിക്കാണിക്കണ്ടേ. അപ്പോൾ ഗൈസ് നിങ്ങൾ നോക്കൂ എന്നത്തിന് ഇവിടെ വന്നേന്ന്. ഞങ്ങൾ ഇവിടെ വന്നത് ഒരു ഷോർട്സ് എടുക്കാനായിട്ടാണ്. അപ്പോൾ ഷോർട്സ് എടുക്കാനായിട്ട് ഇവിടെ വന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് തൂളം മഴ പെയ്തു തുടങ്ങി. അപ്പോഴത്തേക്കും ഗൈസ് ഇടിയൊക്കെ മിന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഭയങ്കര തൂളം മഴയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. കുറേ നാളായില്ലേ ഗൈസ് ലോങ് വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഈ പരീക്ഷയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് കാണിക്കാൻ വന്നിരിക്കുന്നത് തോടും ചുറ്റെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഈ പ്രകൃതികളെല്ലാം ഞാൻ കാണിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നേരത്തെ ഇവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. വേനല്ലേ, ഫുള്ളും വെയിലല്ലേന്നോ, വൈകുന്നേരമല്ലേ മഴ പെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പം മഴ പെയ്തുകൊണ്ടാണ് എൻ്റെ ഉടുപ്പെല്ലാം നനഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ മഴ പെയ്തുകൊണ്ടാണ് ഇവിടെ ഇച്ചിരൂടൊക്കെ വെള്ളം വെച്ചത്. അപ്പം നിങ്ങളുടെ അവിടെ ചൂടുണ്ടോയെന്ന് ആ സ്ഥലമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം മഴ വീഴുന്ന വെള്ളത്തിലേക്ക് ഗൈസ്. ഇതാട്ടോ. അപ്പോൾ ഗൈസ് ഇതുകൊണ്ട് നിങ്ങൾ കണ്ടോ, ഒരു നല്ല തോടിൻ്റെ ഒക്കെ അടുത്തായിട്ട് നല്ല പൂക്കൾ, മഞ്ഞപ്പൂക്കൾ, തോടും പൂവും മഴയും ഒരു കട്ടൻചായയും കൂടി കിട്ടുവാണെങ്കിൽ നല്ല സുഖമായിരുന്നു കേട്ടോ ഗൈസ്. ആഹാ. അപ്പോൾ ഗൈസ് നോക്കി നിങ്ങൾ ആ മഴ വീണൊക്കെ നിങ്ങളൊന്ന് നോക്കി എന്തൊരു രസമാണ്. ഞാനിവിടെ നനഞ്ഞ് ചാവുക, വീട്ടിലിറങ്ങിയാൽ ഭയങ്കര ഇതാവും. പക്ഷെ ഇപ്പം അറിയില്ല, കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഉടുപ്പെല്ലാം നനഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ സൈഡ് കണ്ടല്ലോ ഗൈസ്, ഇതുണ്ടോ ഈ വെള്ളം വറ്റിയില്ലേ, വെള്ളം ചെറുതായിട്ട് വെയിൽ വന്ന് വറ്റിയില്ലേ. അപ്പോൾ ഈ അടിയിലിരുന്ന പുല്ലെല്ലാം മണ്ടയിലോട്ട് വളർന്നു വന്നു. നിങ്ങൾ കണ്ടോ ഗൈസ്, ആ കാണുന്ന കണ്ടോ, അതാണ് കേട്ടോ ഗൈസ് ആ പുല്ല് വളർന്നു നിൽക്കുന്നത്. അപ്പുറത്തെ കടവിലോട്ട് പോവാം, ഇതുവഴിയേ പോകാൻ പറ്റുള്ളൂ ഗൈസ്. പക്ഷേ അവിടെ ഫുള്ള് കാടായതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് ആരും പോകാറില്ല. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരൊക്കെ പൊളിക്കാൻ അതുവഴിയേ ചിലപ്പോൾ പോകും, ചിലപ്പോൾ ഇവിടെയോ അവിടെയോ വരും ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെയൊക്കെ നിങ്ങളൊന്ന് ചുറ്റി കണ്ടോ ഗൈസ്. നമ്മുടെ ഈ തോടിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് മരം അറിയാമോ? കുറേ മരമൊക്കെ ഇങ്ങോട്ട് ചാർന്ന് നിൽപ്പുണ്ട് ഗൈസ്. പിന്നെ ഈ തോടിൻ്റെ ഈ സൈഡിൽ കൂടെ ഒക്കെ കുറേ ഈ മറ്റേ പായൽ സ്ഥലമൊക്കെ ഉണ്ട്, പായലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ് അതെന്തോ തൂങ്ങി കിടക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തോ ബാഗോ തുണി എന്തോ ആണെന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങൾ കണ്ടോ ഗൈസ്, അതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, മഴയുണ്ട്, നമുക്കൊരു കാലൊക്കെ വെള്ളത്തിൽ തണുപ്പൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പോസ്റ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വലിയ വെള്ളം ഇല്ലാലും ചെരുപ്പൊക്കെ നനയ്ക്കണം, കാരണം ചെളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇവിടെ കാലിട്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന് മുമ്പ് എന്തോരം വെള്ളം ഉണ്ടായിരുന്നു. ഈ പാറയുടെ ഇവിടെ വരെ പന്തി വരെ ഉണ്ട് കേട്ടോ, ഇവിടം വരെ വെള്ളം ഉണ്ടായതാണ് ഗൈസ്. ഇത് കണ്ടോ, ഈ വെള്ളമൊക്കെ ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന കല്ലൊക്കെ ഗൈസ്. ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറഞ്ഞാണ്, എന്തോരം വെള്ളം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഞാൻ ചുമ്മാ കാലിലാണ് കാണിച്ചത് ഗൈസ്. പ്രീമിയം വാട്ടർ ആട്ടോ. അപ്പോൾ ഗൈസ് ഇത് ഞാനിട്ട മൈലാഞ്ചിയാണ് കേട്ടോ ഗൈസ്. പുറയിലുണ്ട്, ഇത് ഇച്ചിരി കളറില്ല, ഇത് ബിഗ് ബിയുടെ നല്ല കളറുള്ളതാണ്. ഇത് മറ്റേ ഏതോ കോർന്ന് വന്നിട്ടുള്ള ഏതോ ഈ മൈലാഞ്ചി ഇതുകൊണ്ട് ഞാൻ ഈ മൈലാഞ്ചി പറയും. അപ്പോൾ ഗൈസ് ഞാൻ ചുമ്മാ വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ട് ചുമ്മാ ഇങ്ങനെ കളയാനൊരു മനസ്സുഖം, അതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഗൈസ്. പിന്നെ അങ്ങോട്ട് കണ്ടോ നിങ്ങൾ കുറേ പുല്ല്, അതിൽ മഴ പെയ്യുന്ന കണ്ടോ ഗൈസ്, നല്ല രസമില്ലേ. അവിടെ നിൽക്കുമ്പോൾ ഗൈസ് ഇവിടെ നിന്നാൽ മഴത്തുള്ളി ഒന്നും അങ്ങനെ വീഴുന്നില്ല ഗൈസ്. ആ പാലത്തിന് മണ്ടയിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ ഗൈസ് കുറേ നമ്മുടെ മേത്തോട്ട് മഴ വീഴുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ കാലിട്ടിച്ചിരുന്നായിരുന്നു. ഇത് മീനുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ വെള്ളം നിറച്ച് വെള്ളം അധികം നല്ലതല്ല, അതുകൊണ്ട് മഴ പെയ്ത് നമ്മളെ പിന്നെ നനയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് കയറാം, അതാണ് നല്ലത്. അത് ഇനി പിന്നെ മണ്ടയിൽ ചെന്നിട്ട് കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അപ്പുറത്തെ കടവ്. അപ്പോൾ ഗൈസ് നമ്മൾ അപ്പുറത്തെ കടവ് പോകും.
വന്നപ്പോൾ ഒരു കാര്യം കണ്ടാണ് ഗൈസ്. ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഇവിടുത്തെ മറ്റേ പൂക്കളുടെ കാര്യങ്ങളൊക്കെ പുല്ലൊക്കെ കൂടിയത് ഗൈസ്. അത് അന്ന് വന്നപ്പോൾ നമുക്ക് നടക്കുന്നൊരു വഴിയുണ്ടായിരുന്നു. ഇപ്പം ആരും ഇറങ്ങാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ കടവിൽ ആരും അങ്ങനെ ഇറങ്ങാറില്ല, എപ്പോഴും ആ കടവിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ആ ഫുള്ള് കയറി നമുക്ക് വഴിയൊന്നും കാണും. ചിലപ്പോൾ ഈ മറ്റേ വെള്ളത്തിൽ നിന്ന് ഈ ഇത് കയറുമ്പോൾ മറ്റേ ഈ ചോര കുടിക്കുന്ന മറ്റേ അട്ടയില്ല, അതിൻ്റെ പേരെന്നാന്ന് പറഞ്ഞാൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. 2 കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം, സ്ഥലവും പിന്നെ അതിന് അട്ടയുടെ പേരെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് ഇതുകൊണ്ട് ഇവിടെ അപ്പോൾ ഗൈസ് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് കാണാനേ പറ്റും. അവിടെ ഗൈസ് അവിടെ നിന്ന് ഒരു മരമൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് കണ്ടോ. അവിടെ നിന്ന് കാണാൻ പറ്റുമോ പറഞ്ഞൂടാ, ഞാൻ ഇവിടെ ഇറങ്ങി കാണിച്ചു തരാവേ. കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഒരു മരം? ഈ ഇലയുടെ കാണാൻ പറ്റുമായിരിക്കും ഗൈസ്. നമ്മളിപ്പോൾ ഇവിടുത്തെ അവസ്ഥയിൽ തോട്ടിലത്തെ ഇവിടെ ഫുള്ളും ഒരു കാടൊക്കെ ആയി. ഇപ്പം ഇങ്ങോട്ടാരും വരാറില്ല. അപ്പം ഗൈസ് ഒരു സൂത്രം കാണിച്ചു തരാം. അപ്പം ഗൈസ് ഇത് വാ, നിങ്ങൾക്ക് ആകാശത്തോട് നോക്കുമ്പോഴാണ് ഇത് ചാമങ്ങയാണ്. ഇത് എന്തോ ഇതിലത്തെ ചാമങ്ങയാമയ്ക്കാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ എന്തോരം ചുമക്കുണ്ടായിരുന്നെന്ന് അറിയുമോ ഗൈസ്? ഞാൻ കാണിച്ചു തരാം എവിടെ പോയെന്ന്. അപ്പോൾ ഗൈസ് ഇവിടെ ഞാൻ ഇവിടെ അങ്ങോട്ട് ചുമ്മാ കയറി വന്നപ്പോൾ ഇവിടെ ഒരു ചാമയും കിടക്കുന്നത് നല്ല കാണുന്നത് ഗൈസ്. ഇത് പക്ഷേ മൂത്തില്ല, പിഞ്ചാണ്. അതുപോലെ ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയോ കടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് തിന്നാൻ പറ്റത്തില്ല. ഇവിടെ കുറേ മീൻ കിടക്കുന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ സുന്ദരമായ പാലം. അപ്പോൾ നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാത്തതായിരിക്കും, ഭയങ്കര ഇടിയുണ്ട്. എനിക്ക് നല്ല പേടി, നമ്മുടെ മരയെല്ലാം ആടുന്നുണ്ട്, ഭയങ്കര കാശാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിലോട്ട് പെട്ടെന്ന് പോട്ടെ, മഴയൊക്കെ പെയ്തിട്ട് ബൈ.